ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥം 14-ാം അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠന വിചിന്തന വിഷയമാക്കിയത്. അതിലെ ആദ്യത്തെ ഭാഗത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് നമ്മൾ കണ്ടു. സിയോൺ മലമേൽ കുഞ്ഞാടിനോടൊപ്പം നിൽക്കുന്ന 144,000 പേരെക്കുറിച്ചാണ് അത് വിവരിക്കുന്നത്. അപ്പോൾ 144,000 പേരെക്കുറിച്ച് കുറേയേറെ വിശേഷണങ്ങൾ നമ്മളവിടെ കണ്ടു. അവർ ബ്രഹ്മചാരികളാണ്, അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്, ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവരാണ് എന്ന് തുടങ്ങിയ വിശേഷങ്ങളിലൂടെ ആ ദൈവജനത്തിൻ്റെ വിശുദ്ധിയാണ് വളരെ മനോഹരമായിട്ട് അവിടെ വിവരിക്കുന്നത്. ഇപ്പോൾ നമ്മെ ഭയപ്പെടുത്തുന്ന ആ മൃഗങ്ങളുടെ തിന്മയുടെ ശക്തികളുടെ വിവരണങ്ങൾ 13-ാം അധ്യായത്തിൽ കണ്ടെങ്കിൽ അവയെല്ലാം പരാജയപ്പെടുത്തി അവയുടെ ആ പ്രലോഭനങ്ങളിൽ നിന്നെല്ലാം മോചിതരായി അവർ ക്രിസ്തുവിൻ്റെ രക്ഷയിൽ ആ ദൈവജനം പങ്കുചേരുന്നത് ഈ 14-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് വിവരിക്കുന്നു. ഇനി തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത് കുറേ ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നതും അവർ ഓരോ പ്രഖ്യാപനങ്ങളും നടത്തുന്നതുമൊക്കെയാണ്. ചിലരുടെ അഭിപ്രായത്തിൽ 7 ദൂതന്മാർ ഇവിടെ ഒന്നിനു പിറകെ ഒന്നായി പ്രത്യക്ഷപ്പെടുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതിലെ ആ ഭാഗങ്ങൾ ആദ്യ ഭാഗം നമുക്കൊന്ന് ആദ്യം വായിക്കാം, തുടർന്ന് അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം. 14-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. ആകാശമധ്യേ പറക്കുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു. ഭൂവാസികളോടും ഓരോ ജനതയോടും ഗോത്രത്തോടും ഭാഷയോടും ജനത്തോട് വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവൻ്റെ പക്കലുണ്ട്. 8-ാം വാക്യത്തിൽ പറയുന്നു, രണ്ടാമതൊരു ദൂതൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അനുഗമിച്ചു. 9-ാമത്തെ വാക്യത്തിൽ മൂന്നാമതൊരു ദൂതൻ വന്ന് ഉച്ചസ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവരെ അനുഗമിച്ചു. പിന്നെ അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു. അപ്പം അങ്ങനെ തുടർന്ന് ഇങ്ങനെ വിവരണങ്ങളിൽ ദൂതന്മാരെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് കുറേ സന്ദേശങ്ങൾ ഈ ആരാധന സമൂഹത്തിന് ഇവിടെ കൊടുക്കുന്ന കാണുന്നു. ഇപ്പോൾ ഇവിടെ 7 ദൂതന്മാരെക്കുറിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ദൂതന്മാർ പഴയ നിയമത്തിൽ ദൈവത്തിനും ദൈവജനത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന മധ്യവർത്തികളാണ്. ദൈവത്തിൻ്റെ സന്ദേശം ജനതകൾക്ക് ദൈവജനത്തിന് പകർന്നു കൊടുക്കുന്നവരാണ് ദൂതന്മാർ. ഇനി പുതിയ നിയമത്തിലും നമ്മൾ ഇത് കാണുന്നുണ്ട്. അപ്പോൾ ദൂതന്മാർ ദൈവത്തിൻ്റെ മധ്യവർത്തിയായിട്ട് വരുന്നു കാണുന്നുണ്ട്. പരിശുദ്ധ മറിയത്തിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആണല്ലോ പറയുക, സ്ത്രീകൾ നീ അനുഗ്രഹീതയെന്ന്. അപ്പോൾ ഈ ദൂതന്മാർ എന്നത് ദൈവത്തിനും ദൈവജനത്തിനും ഇടയിലുള്ള മധ്യവർത്തികളായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഇവിടെ വിധിയുടെ സന്ദേശവുമായിട്ട് വരുന്ന ദൂതന്മാരെയാണ് നമ്മൾ കാണുക. ഇവരിലൂടെ തിന്മയുടെ ശക്തികൾക്കെതിരായിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ, അല്ലെങ്കിൽ നന്മ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന വാഗ്ദാനങ്ങൾ, അതൊക്കെയാണ് ഇവിടെ അവതരിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ 7 ദൂതന്മാരുടെ വിവരണത്തിലൂടെ നമുക്കൊന്ന് ഹ്രസ്വമായിട്ട് നമുക്കൊന്ന് കടന്നു പോകാം. ഒന്നാമത്തെ ദൂതൻ സനാതന സുവിശേഷവുമായിട്ട് വന്ന് സ്രഷ്ടാവായ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. അപ്പോൾ ആദ്യത്തെ ദൂതൻ ചെയ്യുന്നത് സദ്വാർത്തയുമായിട്ടാണ് കടന്നു വരുന്നത്, എല്ലാവരെയും ആരാധിക്കുക. അപ്പോൾ ഒരു ദൈവജനത്തിന് അല്ലെങ്കിൽ സർവർക്കുമുള്ള ദൈവത്തിൻ്റെ ഒരു രക്ഷയിൽ പങ്കുചേരാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ്. ഇനി രണ്ടാമത്തെ ദൂതനാകട്ടെ തിന്മയുടെ പ്രതീകമായ ബാബിലോണിനെതിരായിട്ട് വിധി പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ദൂതൻ അത് ബാബിലോണിനെതിരായിട്ട്, തിന്മയുടെ ശക്തികൾക്ക് എതിരായിട്ടാണ് വിധി പ്രഖ്യാപിക്കുന്നത്.
ഇനി മൂന്നാമത്തെ ദൂതനാകട്ടെ രാജാരാധനയിൽ പങ്കുചേരുന്നവർക്കെതിരെ വിധി ഉച്ചരിക്കുന്നു. 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ അത് കാണുന്നു. ഇനി നാലാമത്തെ ദൂതൻ അത് ക്രിസ്തുവാണ് എന്ന് ചില അഭിപ്രായപ്പെടുന്നു. ഇനി ദൂതനായിട്ടാണെങ്കിൽ നമുക്ക് നാലാമത്തെ ദൂതനായിട്ട് എടുക്കാം. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആ ഭാഗം വിശദീകരിക്കുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ നാലാമത്തെ ദൂതൻ കൊയ്ത്തരുവാളുമായിട്ടാണ് വരുന്നത്. അത് വിധിയുടെ പ്രതീകമാണ്. ഇനി അത് കഴിഞ്ഞ് പറയുന്നു മറ്റൊരു ദൂതൻ കൊയ്യാനായിട്ടുള്ള നിർദ്ദേശം നൽകുന്നു. 14-ാം അധ്യായം 14-15 വാക്യങ്ങളിലാണ് അതിനെക്കുറിച്ചുള്ള സൂചനയുള്ളത്. ഇനി ആറാമത്തെ ദൂതൻ്റെ കയ്യിലും ഒരു യുഗാന്ത വിളവെടുപ്പിൻ്റെ യുഗാന്ത കൊയ്ത്തിൻ്റെ അരിവാളുണ്ട്. 14-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഇനി അവസാനത്തെ ദൂതനാകട്ടെ കൊയ്യാനുള്ള ആഹ്വാനവുമായിട്ട് വീണ്ടും വരുന്നു. അപ്പോൾ 7 ദൂതരുടെ വിവരണങ്ങളാണ് ഇവിടെ കാണുക. അപ്പോൾ ഇവിടെയെല്ലാം വിധി വിളവെടുപ്പിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. തിന്മയുടെ ശക്തികളും അതോടൊപ്പം തന്നെ അവയോട് കൂടെ നിൽക്കുന്നവരും ശിക്ഷാവിധിക്ക് വിധേയരാകുന്നതാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആ വിവരണത്തിന് ശേഷം കുഞ്ഞാടിനോടൊപ്പം നിൽക്കുന്ന 144,000 പേരെ വിവരിച്ചതിന് ശേഷം പിന്നെ വിധിയുടെ വിവരണത്തിലേക്കാണ് വരിക. അപ്പോൾ ഈ 144,000 പേരുടെ ആ കൂട്ടത്തിലേക്ക് ഇനിയും ആളുകൾ വരേണ്ടിയിരിക്കുന്നു. ആ വരാനായിട്ടുള്ള ഒരു ആഹ്വാനമുണ്ട്. ഇനി അവർ വരാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ശിക്ഷയാണ് ഇവിടെ ഈ ഭാഗത്ത് വിവരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലെ ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം. 6-ാമത്തെ വാക്യം. ആകാശമധ്യേ പറക്കുന്ന വേറൊരു ദൂതനെ കണ്ടു. ഭൂവാസികളോടും ഓരോ ജനതയോടും ഗോത്രത്തോടും ഭാഷയോടും ജനത്തോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവൻ്റെ പക്കലുണ്ട്. ഇവിടെ ഒരു ദൂതൻ ആകാശമധ്യത്തിൽ പറക്കുന്നു. നമുക്കറിയാം ആകാശമധ്യത്തിൽ എന്ന് പറയുമ്പോൾ അത് ആ ദൈവിക തലത്തിൽ ഉന്നത തലത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ആകാശമധ്യത്തിൽ. ഇപ്പോൾ മുകളിൽ നിന്ന് പ്രഖ്യാപിക്കുമ്പോൾ താഴെയുള്ള എല്ലാവർക്കും അത് കേൾക്കുവാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ പറയുന്ന ഒരു അതിനാരംഭത്തിൽ പറയുന്ന കാര്യം അത് ശ്രദ്ധിക്കുക. ഭൂവാസികളോടും ഓരോ ജനതയോടും ഗോത്രത്തോടും ഭാഷയോടും ജനതയോടും വിളംബരം ചെയ്യുക. അപ്പോൾ ഇത് ആരെയാണ് ഇത് ലക്ഷ്യം വയ്ക്കുന്നത്? ഓരോ ഗോത്രത്തോടും ഭൂവാസികളെല്ലാവരോടും. അതായത് ഇത് യേശുവിനോട് കുഞ്ഞാടിനോട് ചേർന്ന് നിൽക്കുന്നവരെ അല്ല ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. കുഞ്ഞാടിൽ നിന്നും ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നവരെയാണ് ഇത് ലക്ഷ്യം വയ്ക്കുന്നത്. അതായത് അവർക്കുള്ളൊരു ആഹ്വാനമാണ്. അവർക്ക് വീണ്ടും അനുതാപത്തിലേക്ക് കടന്നു വരാനായിട്ട് മാനസാന്തരപ്പെടുവാനായിട്ട് ഉള്ള ഒരു ആഹ്വാനമാണ് നൽകുന്നത്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ എല്ലാവരും പങ്കുചേരണം. 14-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ 144,000 പേര് കുഞ്ഞാടിനോട് കൂടെ നിൽക്കുന്നവരെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അവർ മാത്രമാണോ? ഇനി ഈ പ്രപഞ്ചത്തിലുള്ള ഈ വിശ്വത്തിലുള്ള എല്ലാവരും ഈ രക്ഷയിൽ പങ്കുചേരേണ്ടവരല്ലേ? അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അവരോട് വീണ്ടും മാനസാന്തരത്തിനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഇവിടെ കാണുക. ഇനി അവരോട് വിളംബരം ചെയ്യുന്ന ഒരു സനാതന സുവിശേഷം, സദ്വാർത്ത. അപ്പോൾ സനാതന സുവിശേഷം, സദ്വാർത്ത എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? സനാതന സുവിശേഷം, എവങ്കേലിയോൺ, ആ ഒരു പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എവങ്കേലിയോൺ നമുക്കറിയാം, പുതിയ നിയമത്തിൽ അത് നമ്മൾ സുവിശേഷത്തെ വിളിക്കുന്നത് നമ്മൾ എവങ്കേലിയോൺ എന്നാണ്. അപ്പോൾ സദ്വാർത്ത എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിലേക്ക് നമ്മളൊന്ന് കടക്കണം. പഴയ നിയമത്തിൽ ഏശയ്യയുടെ പുസ്തകത്തിൽ 40-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങൾ. ഏശയ്യ 40, 9-10 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. സദ്വാർത്തയുമായി വരുന്ന സിയോനെ, ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക.
സദ്വാർത്തയുമായി വരുന്ന ജെറുസലേമേ, നിർഭയം വിളിച്ചു പറയുക. യൂദായുടെ പട്ടണങ്ങളോട് പറയുക, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു. സമ്മാനം അവൻ്റെ കയ്യിലുണ്ട്, പ്രതിഫലവും അവൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ ഇവിടെ സദ്വാർത്തയുമായി വരിക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ രക്ഷയുടെ സദ്വാർത്തയുമായിട്ട് വരിക എന്ന് തന്നെയാണ്. ഇപ്പോൾ പഴയ നിയമത്തിൽ ഈ എവങ്കേലിയോൺ, സദ്വാർത്ത എന്ന പദത്തിൻ്റെ ഒരു അർത്ഥവും അത് തന്നെയാണ്. ദൈവത്തിലൂടെ യാഥാർത്ഥ്യമാകുന്ന ആ ഒരു രക്ഷ. അതുതന്നെയാണല്ലോ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. യേശു സദ്വാർത്തയുമായിട്ട് വരുന്നു, ദൈവരാജ്യത്തിൻ്റെ ആ സദ്വാർത്ത, ദൈവരാജ്യം സമാഗതമായി എന്ന ആ സദ്വാർത്ത. അപ്പോൾ ആ സദ്വാർത്ത ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള വാർത്ത തന്നെയാണ്. അപ്പോൾ അത് സങ്കീർത്തനങ്ങളിൽ 68:11 നമ്മൾ കാണുന്നുണ്ട്. പിന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1:14, 15, 23 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ ഈ സദ്വാർത്തയെക്കുറിച്ചുള്ള സൂചനകൾ കാണുന്നുണ്ട്. ഇപ്പോൾ സുവിശേഷങ്ങളിൽ എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടുന്നതും ഈ ഒരു സദ്വാർത്ത തന്നെയാണ്. സദ്വാർത്ത എന്ന് പറയുമ്പോൾ തിന്മയുടെ ശക്തികളിൽ നിന്ന് മോചിപ്പിച്ച് ദൈവഭരണം യാഥാർത്ഥ്യമാക്കുക എന്നതാണ്. അതാണ് സദ്വാർത്ത. വെളിപാടിലെയും അർത്ഥം അതുതന്നെയാണ്. അപ്പോൾ അവിടുത്തെ പക്കൽ സദ്വാർത്ത ഉണ്ടെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആ രക്ഷ, ദൈവം വാഗ്ദാനം ചെയ്യുന്ന രക്ഷ, ക്രിസ്തുവിലൂടെ യാഥാർത്ഥ്യമാകുന്ന ആ രക്ഷ, അത് തന്നെയാണ് സർവ്വ ജനതയോടും അത് പ്രഘോഷിക്കപ്പെടുന്നത്. അത് മാനസാന്തരത്തിൻ്റെ സന്ദേശം കൂടിയാണ്. നമ്മൾ 11-ാം അധ്യായത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്നുണ്ട്. അവിടെ 7000 പേര് കൊല്ലപ്പെടുന്നു, 10 മാത്രം തകർക്കപ്പെടുന്നു, ബാക്കിയുള്ളവരെല്ലാം, ശേഷിക്കുന്നവരെല്ലാം ദൈവത്തിന് മഹത്വം നൽകുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ സൂചിപ്പിച്ചായിരുന്നു, അത് മാനസാന്തരത്തിൻ്റെ ഒരു ചിത്രീകരണം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ സദ്വാർത്തയുമായിട്ട് വരുമ്പോൾ വീണ്ടും മാനസാന്തരത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു വിളി തന്നെയാണ്. അപ്പോൾ യേശുവിലൂടെ കൊണ്ടുവന്ന ആ ഒരു സദ്വാർത്ത, ദൈവരാജ്യത്തെക്കുറിച്ച് സദ്വാർത്ത, അത് തന്നെയാണ് ദൈവജനം പ്രാവർത്തികമാക്കുന്നത്. ഇപ്പോൾ തിന്മയുടെ ശക്തികൾ ഉന്മൂലനം ചെയ്യുവാൻ ശ്രമിക്കുന്നതും ഈ ഒരു സദ്വാർത്ത തന്നെയാണ്. അപ്പോൾ അവർ ആ തിന്മയുടെ ശക്തികൾ ചെയ്യുന്നത് എന്താണ്? ദൈവം കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ യേശു കൊണ്ടുവരുന്ന ആ രക്ഷ, അത് ഇവിടെ യാഥാർത്ഥ്യമാകരുത്. അപ്പോൾ തിന്മയുടെ ശക്തികളെല്ലാം ദൈവത്തിൻ്റെ ആ രാജ്യം യാഥാർത്ഥ്യമാകുന്നതിന് എതിര് നിൽക്കുന്നവരൊക്കെയാണ്. ഇനി ഈ സുവിശേഷം ഇവിടെ പറയുന്നു, അത് സർവ്വ ജനതകൾക്കും ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ സുവിശേഷത്തിലേക്ക്, സദ്വാർത്തയിലേക്ക് കടന്നു വരണം. ഇനി ഇത് നമുക്കറിയാം, ഈ യാഥാർത്ഥ്യം, ഈ ദൈവരാജ്യം എന്ന അത് പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യമായിട്ടില്ല. ഇനി ഇത് സർവ്വജനത്തിലും എത്തിയിട്ടില്ല. എല്ലാവരും അവിടുന്നിലേക്ക് വന്ന് ആ രക്ഷയിൽ പങ്കുചേരണം എന്നാണ് ഈ വെളിപാടിലെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം തന്നെ. വെളിപാടിൽ അവസാന അധ്യായത്തിൽ, 22-ാമത്തെ അധ്യായത്തിൽ ജീവൻ്റെ വൃക്ഷത്തെക്കുറിച്ചുള്ള പ്രതീകത്തിൽ ഇത് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. നാം അതിനെക്കുറിച്ച് നേരത്തെ കണ്ടതാണ്. അവിടെ പറയുന്നു, അതിൻ്റെ ഫലങ്ങൾ 12 മാസവും കായ്ക്കുന്ന ഫലങ്ങൾ, അത് ആർക്കുള്ളതാണ്? വിജയം വരിക്കുന്നവർക്കുള്ളതാണ്. ഇനി അതിൻ്റെ ഇലകൾ ജനതകൾക്ക് സൗഖ്യത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം നമ്മൾ നേരത്തെ കണ്ടതാണ്. ജനതകളുടെ സൗഖ്യത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് പറയുമ്പോൾ ജനതകൾ, വിജാതീയർ, ദൈവത്തിന് അകന്നിരിക്കുന്നവർ, അവർ രക്ഷയിൽ പങ്കുചേരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവസാനം ആ ജീവൻ്റെ വൃക്ഷ നൽകുന്ന ആ രക്ഷയിൽ സർവ്വ ജനതയും പങ്കുചേരുന്നത് അവിടെ വിവരിക്കുന്നു. അപ്പോൾ ആ രക്ഷയിലേക്കുള്ള ആ ഒരു യാത്രയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ സുവിശേഷം, ഈ സദ്വാർത്ത എന്ന് പറയുന്നത് നിത്യനാശത്തിലേക്ക് നയിക്കുന്ന ആ മൃഗത്തിൻ്റെ സന്ദേശത്തിന് വിപരീതമാണ്. ഇപ്പോൾ വ്യാജപ്രവാചകരിലൂടെ അവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന ആ സന്ദേശമുണ്ടല്ലോ, അതൊക്കെ നമ്മെ നിത്യനാശത്തിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. അപ്പോൾ വഞ്ചനാത്മകമായ മൃഗത്തിൻ്റെ സന്ദേശത്തിൻ്റെ ആകർഷണത്തിൽ നിന്ന്
നമ്മെ ഈ സനാതന സുവിശേഷം നമ്മെ രക്ഷിക്കുന്നു, നമ്മെ സംരക്ഷിക്കുന്നു. അപ്പോൾ സകല ജനത്തിനുമായിട്ട് പ്രഘോഷിക്കപ്പെടുന്ന ആ സദ്വാർത്ത. അപ്പോൾ ഇവിടെ ഈ ആദ്യത്തെ ദൂതനിലൂടെ ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത് സദ്വാർത്തയുടെ സന്ദേശമാണ്. എല്ലാവരും ഈ രക്ഷയിൽ പങ്കുചേരണം എന്നുള്ള ഒരു ആഹ്വാനമാണ് ഇവിടെ നൽകപ്പെടുന്നത്. ഇനി തുടർന്ന് ഉള്ള വാക്യം നമുക്ക് വായിക്കാം. 7-ാമത്തെ വാക്യം. അവൻ ഉച്ചസ്വരത്തിൽ പറയുന്നു, ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവിൻ. എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ മണിക്കൂർ വന്നു കഴിഞ്ഞു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ. അപ്പോൾ ഇവിടെ സത്യദൈവത്തെ, സ്രഷ്ടാവായ ദൈവത്തെ ആരാധിക്കുവാനായിട്ടുള്ള ആഹ്വാനമാണ് നമ്മൾ കാണുക. ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് മഹത്വം നൽകുക. 11-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവർ ദൈവത്തിന് മഹത്വം നൽകുന്നത്. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുക എന്നുള്ള ആ ഒരു പ്രയോഗം, അത് ദൈവത്തെ ആരാധിക്കുക എന്ന് തന്നെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ അവിടെ നിന്നും അകന്നു പോവുക എന്നല്ല അർത്ഥമാക്കുക. അവിടുത്തെ ഏകദാനത അത് അംഗീകരിക്കുക, ദൈവം യഥാർത്ഥ ദൈവമാണെന്ന് അംഗീകരിക്കുക, അവിടെ നിന്നിലാണ് എൻ്റെ രക്ഷ എന്ന് അംഗീകരിച്ച് അവിടെ നിന്നിൽ ആശ്രയിക്കുക. അപ്പോൾ അതാണ് ഇവിടെ അർത്ഥമാക്കുക. അപ്പോൾ ഭയപ്പെടുക എന്നത് അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് ദൈവത്തെ അംഗീകരിക്കുന്ന, ദൈവത്തെ വണങ്ങുന്നതിൻ്റെ വേറൊരു പ്രയോഗം തന്നെയാണ്. അപ്പോൾ ദൈവത്തെ മഹത്വം നൽകുക എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുന്ന് സൃഷ്ടാവായ ദൈവമാണ്. അപ്പോൾ അവിടുന്ന് സൃഷ്ടിക്കുന്നവനാണ്, നമ്മെ പരിപാലിക്കുന്നവനാണ്, അതുപോലെ തന്നെ ന്യായമായി വിധിക്കുന്നവനും നമ്മെ രക്ഷിക്കുന്നവനുമാണ്. അപ്പോൾ അതിനെ പ്രതിയാണ് നമ്മൾ ദൈവത്തിന് മഹത്വം നൽകുന്നത്. അപ്പോൾ മഹത്വം നൽകുക എന്ന് പറയുമ്പോൾ ദൈവത്തെ ആരാധിക്കുവാനായിട്ടുള്ള ആഹ്വാനം തന്നെയാണ്. അപ്പോൾ അത് വെളിപാടിൽ പലയിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. 4-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ, അല്ലെങ്കിൽ 7-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ, പിന്നെ തുടർന്ന് ഈ കാണാൻ പോകുന്ന 15-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിലും നമ്മൾ കാണുന്നുണ്ട്. ഇനി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നതാണ് ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ അത് സൂചിപ്പിക്കുന്നതിനും ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അപ്പോൾ ഈ ഭൂമിയെല്ലാം ചക്രവർത്തിയുടേതാണ്, ചക്രവർത്തിയെല്ലാമാണ് ഇവിടെ സമാധാനം കൊണ്ടുവരുന്നത് എന്നുള്ള ചിന്ത അക്കാലങ്ങളിൽ റോമ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഭൂമിയുടെയും ആഴിയുടെയും മേൽ അധികാരമുള്ളവനാണ് ചക്രവർത്തി എന്നാണ് അന്നവർ പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും സർവ്വപ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരം ചക്രവർത്തിക്കാണ്. പക്ഷേ ഇവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ അധികാരം ദൈവത്തിൻ്റേതാണ്. കാരണം അവിടെ നിന്നാണ് സർവ്വപ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത്. അപ്പോൾ എല്ലാം സൃഷ്ടിച്ച ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്, അവിടത്തേക്ക് മാത്രമാണ് മഹത്വം നൽകേണ്ടത്. ഇനി ആർക്കാണ് ആരാധിക്കുവാനായിട്ട് കഴിയുന്നത്? മാലാഖമാർക്കും മനുഷ്യർക്കും മാത്രമേ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ മാലാഖമാരോടൊപ്പം ദൈവത്തെ ആരാധിക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സൃഷ്ടാവായ ദൈവത്തിന് കൊടുക്കുന്ന പ്രത്യുത്തരം, സർവ്വതും സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന് നൽകുന്ന സ്നേഹം, അതാണ് ഇവിടെ നമ്മൾ കാണുക. ഇതാ വിധിയുടെ സമയം വന്നെത്തി എന്ന് പറയുമ്പോൾ എന്താണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വിധി എന്ന് പറയുന്നത് ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം രക്ഷയുടെ സമയമാണ്. അപ്പോൾ തിന്മയിൽ നിന്ന് പരിപൂർണമായിട്ട് പ്രപഞ്ചവും അതിൽ വസിക്കുന്നവരും മോചിതരാകുന്ന സമയം കൂടിയാണ്. കാരണം ദൈവം വിധി പ്രഖ്യാപിക്കുമ്പോൾ തിന്മയുടെ ശക്തികളെയെല്ലാം അവിടുന്ന് ഉന്മൂലനം ചെയ്യുന്നു. അപ്പോൾ തിന്മയുടെ ശക്തികളെല്ലാം ഉന്മൂലനം ചെയ്യപ്പെട്ട് എല്ലാം ദൈവത്തിൻ്റെ സ്വന്തമായി തീരുന്ന ആ ഒരു നിമിഷം, അതാണ് വിധിയെന്ന് പറയുന്നത്. അത് ദൈവത്തിന് അകന്നിരിക്കുന്നവർക്ക് ശിക്ഷയുടെ വിധിയാണ്, എന്നാൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്ക് അത് രക്ഷയാണ് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കടക്കാം. 8-ാമത്തെ വാക്യം. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, രണ്ടാമതൊരു ദൂതൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അനുഗമിച്ചു.
ഭോഗാസക്തിയുടെ വീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിച്ചിരുന്ന മഹാബാബിലോൺ വീണുപോയി. മഹാബാബിലോൺ വീണുപോയി. ഇവിടെ വിധിയുടെ വിവരണമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ദൂതൻ വിധിയുടെ ഒരു പ്രഖ്യാപനമാണ് നടത്തുക. ഇപ്പോൾ ഇവിടെ ഉള്ള പ്രധാനപ്പെട്ട ആ ഒരു പ്രതീകം ബാബിലോണിൻ്റെ പ്രതീകമാണ്. ഇവിടെ മഹാബാബിലോൺ എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു പ്രതീകം. അപ്പോൾ ഇതിനും പഴയ നിയമത്തിൽ ഒത്തിരിയേറെ സൂചനകളുണ്ട്. പഴയ നിയമ പശ്ചാത്തലത്തിൽ മാത്രമേ ഈ ബാബിലോണിൻ്റെ അർത്ഥം നമുക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ബാബിലോൺ എന്ന് പറയുന്നത് അത് യൂഫ്രട്ടീസ് നദീതീരത്ത് പടുത്തുയർത്തപ്പെട്ട വളരെ അതിശക്തമായ പുരാതന നഗരമാണ്. ഇന്ന് അത് ഇറാഖിലാണ് ഉള്ളത്. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള വളരെ പ്രബലമായിട്ട് ഉള്ള ഒരു രാജ്യം. പക്ഷേ അത് പഴയ നിയമത്തിൽ അത് ഒരു തിന്മയുടെ പ്രതീകമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുക. ധാർമ്മിക അധപതനത്തിന് കുപ്രസിദ്ധമാണത്. മാത്രമല്ല ബാബിലോണിനെ കുറിച്ച് പറയുമ്പോൾ ജെറുസലം എപ്പോഴും അതിനെ തിന്മയുടെ ശക്തിയായിട്ട് മാത്രമേ അതിനെ കാണുകയുള്ളൂ. കാരണം എന്താണ്? അതിന് ചരിത്രപരമായിട്ടുള്ള ഒരു കാരണം കൂടിയുണ്ട്. 6-ാം നൂറ്റാണ്ടിൽ ഇസ്രായേലിനെ ജെറുസലത്തെ തകർത്ത് ആ ദേവാലയം മുഴുവൻ തകർത്ത് അവിടെയുള്ളവരെയൊക്കെ ബാബിലോണിലേക്ക് കൊണ്ടുപോയ കഥ നമുക്കൊക്കെ അറിയാം. അതായത് ഇസ്രായേൽ ജനതയെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയ ഒരു ശക്തിയാണത്. മാത്രമല്ല അവരുടെ ദേവാലയം, അവരുടെ മത ആചാരങ്ങളുടെ മതവിശ്വാസത്തിൻ്റെ കേന്ദ്രമായിരുന്ന ആ ജെറുസലം ദേവാലയം തകർത്ത ശക്തി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ബാബിലോണിനെ കാണുന്നത് ഒരു ദൈവദൂഷണ ശക്തിയായിട്ടാണ്. അപ്പോൾ ബാബിലോണിനെ എപ്പോഴും നിഷേധാർത്ഥത്തിൽ മാത്രമേ അവർ വിശേഷിപ്പിക്കുകയുള്ളൂ. ജെറുസലമിനെ നശിപ്പിച്ചു, ദേവാലയം ചുട്ടരിച്ചു, ഇസ്രായേൽ ജനതയെല്ലാം ബാബിലോണിലേക്ക് തടവുകാരായിട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ആ തിന്മയുടെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ വെളിപാട് ഗ്രന്ഥത്തിലും ബാബിലോണിനെ അവതരിപ്പിക്കുക. ഇനി ഇത് അപ്പോക്കലിപ്റ്റിക് രചനകളിലെല്ലാം ബാബിലോണിനെ തിന്മയുടെ ശക്തിയുടെ പ്രതീകമായിട്ടാണ് അവതരിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു സാമ്രാജ്യമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സമ്പത്തും ആർഭാടവും ഒക്കെ കുമിഞ്ഞു കൂടിയിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ എവിടെയൊക്കെ സമ്പത്ത് കൂടുന്നുവോ അവയുടെ തിന്മയും അധികരിക്കുമെന്ന് നമ്മളൊക്കെ കാണുന്നുണ്ട്. ഇനി അപ്പോക്കലിപ്റ്റിക് രചനകളിൽ ബാബിലോൺ എല്ലാ മർദ്ദക സാമ്രാജ്യങ്ങളെയെല്ലാം പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ബാബിലോൺ എന്ന് പറയുന്നത് അത് തിന്മയുടെ സാമ്രാജ്യങ്ങളെ സൂചിപ്പിക്കുവാനായിട്ടാണ്. മനുഷ്യരെ മോഹിപ്പിക്കുന്ന, മനുഷ്യരെ പ്രലോഭിപ്പിക്കുന്ന, അവരെ വഴിതെറ്റിക്കുന്ന, അതുപോലെ തന്നെ വ്യാജ ആരാധനയിലേക്ക് നയിക്കുന്ന ശക്തികളുടെയൊക്കെ പ്രതീകമാണ് ബാബിലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഭൗമികമായിട്ടുള്ള ആ ജീവിതത്തിൽ മനുഷ്യനെ തളച്ചിടുന്ന ശക്തിയുടെ പ്രതീകം നമുക്കറിയാം. വെളിപാടിൽ അത് ദൈവരാജ്യത്തിൻ്റെ ഒരു വിരുദ്ധ രൂപമാണിത്. അപ്പോൾ ദൈവരാജ്യത്തിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപമാണ് ബാബിലോൺ എന്ന ആ ഒരു പ്രതീകത്തിൽ നമ്മൾ കാണുക. അപ്പോൾ ഈ ബാബിലോണിനെ കുറിച്ച് ഇവിടെ വെളിപാട് ഗ്രന്ഥത്തിൽ പറയുന്നതാണ് ഭോഗാസക്തിയുടെ വീഞ്ഞ് കുടിപ്പിക്കുന്നവൾ. അത് വെളിപാട് 17-ാം അധ്യായത്തിൽ വീണ്ടും ഈ ബാബിലോണിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൂടുതൽ വിശദമായിട്ട് കാണുന്നുണ്ട്. 17-ാം അധ്യായം ബാബിലോണിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. 17-ാം അധ്യായം 2-ാമത്തെ വാക്യം, അവളുമായി, അതായത് ബാബിലോൺ എന്ന് പറയുന്ന വേശ്യയുമായി ഭൂമിയിലെ രാജാക്കന്മാർ വ്യഭിചാരം ചെയ്തു, അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി. അപ്പോൾ ആ ഭോഗാസക്തിയുടെ ആ വീഞ്ഞ്, അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ തുടർന്നും വെളിപാട് ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബാബിലോണിൻ്റെ തനിനിറമാണ് ഇവിടെ തുറന്നു കാട്ടുന്നത്. ഇവിടെ ആ
ഭോഗാസക്തി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പദം ഥുമോസ് എന്നത് അതിൻ്റെ കോപം എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ അത് ബാബിലോണിൻ്റെ ആ തിന്മയെ അത് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവളുടെ അധാർമികതയുടെ ആസക്തി, ആ വിഗ്രഹാരാധന, അതാണ് ഇതിവിടെ വെളിപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം ഈ ജെറമ്യായുടെ പുസ്തകം 51-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യമാണ്. ജെറമ്യ 51:7 വാക്യം. അപ്പോൾ ആ ഒരു പ്രയോഗം തന്നെയാണ് വെളിപാട് ഗ്രന്ഥകാരൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 51:7 ഞാൻ വായിക്കാം. ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ്ണ ചഷകമായിരുന്നു കർത്താവിൻ്റെ കൈകളിൽ ബാബിലോൺ. അപ്പോൾ ബാബിലോണിനെ കുറിച്ച് പറയുന്നതാണ്, ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയവൾ. അപ്പോൾ അതിൽ നിന്ന് ജനതകൾ വീഞ്ഞു കുടിച്ച് അവർക്ക് ഭ്രാന്തി പിടിച്ചു എന്നാണ് പറയുക. അപ്പോൾ തിന്മയുടെ പിന്നാലെ അവർ പോയി എന്ന് തന്നെ അർത്ഥം. ഇപ്പോൾ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിപ്പിച്ച നഗരം അവരെ മോഹിപ്പിച്ചിരുന്ന സാമ്രാജ്യമാണ്. അവരുടെ ആർഭാടവും സമ്പത്തുമൊക്കെ എല്ലാ ജനതകളെയൊക്കെ മോഹിപ്പിച്ചിരുന്നു. അപ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ ബാബിലോൺ എന്ന് പറയുന്ന ആ പ്രതീകത്തിലൂടെ അവതരിപ്പിക്കുന്നത് അതിന് സമാനമായിട്ടുള്ള അന്നുണ്ടായിരുന്ന റോമ സാമ്രാജ്യമാണ്. അപ്പോൾ റോമ സാമ്രാജ്യം, സമ്പന്നമായ ആ സാമ്രാജ്യം, എല്ലാവരും മോഹിപ്പിക്കുന്ന ഒരു സാമ്രാജ്യം, ലോകം മുഴുവൻ സമാധാനം കൊണ്ടുവന്നു എന്ന് പറയുന്ന ആ ഒരു സാമ്രാജ്യം, അതാണ് ഇവിടെ ഈ തിന്മയുടെ രൂപമായ ബാബിലോണായിട്ട് അവതരിപ്പിക്കപ്പെടുക. അപ്പോൾ എന്തിനാണ് ഈ തിന്മയുടെ രൂപമായ ഒരു ബാബിലോണായിട്ട് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്? ആരാധന സമൂഹം ഇവയുടെ തനിനിറം തിരിച്ചറിയണം. അപ്പോൾ അവരൊക്കെ നന്മയുടെ കേദാരമെന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു സാമ്രാജ്യം, അത് യഥാർത്ഥത്തിൽ തിന്മയുടെ സാമ്രാജ്യമാണ്. അപ്പോൾ ഭൗമികമായിട്ടുള്ള സമ്പത്തും ആർഭാടവും ഒന്നുമല്ല ദൈവജനം നമ്മൾ ആഗ്രഹിക്കേണ്ടത്. കുഞ്ഞാടിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഈ ഒരു പ്രലോഭനത്തിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് അവർക്കൊക്കെ സാധിക്കണം. അപ്പോൾ ഈ ബാബിലോൺ വീണുപോയി എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് നന്മയുടെ കേദാരം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ആർഭാട സമൂഹങ്ങൾ അതൊക്കെ അവസാനം അതൊക്കെ തകർന്നടിയും. അതിൻ്റെ പിന്നാലെ പോകണോ, അതോ കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാടിൻ്റെ പിന്നാലെ പോകണോ? അത് തീരുമാനിക്കേണ്ടത് ആരാധന സമൂഹമാണ്, നമ്മളാണ്. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.